നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലിഫ്റ്റ് ഓഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിഫ്റ്റ് ഓഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി നമുക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, മോളോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഫോഴ്സ് നമ്മൾ മിനിമം കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ, അവിടുന്ന് കോൺടാക്റ്റ് വിട്ടണം അല്ലേ, ഇവിടുന്ന് ഈ പറഞ്ഞ ബോഡിയുടെ ഇവിടുന്ന് കോൺടാക്റ്റ് വിടണം. കോൺടാക്റ്റ് വിടണം എന്ന് പറഞ്ഞാൽ നോർമൽ ഫോഴ്സ് അവിടെ 0 ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നോർമൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ താഴോട്ടേക്ക് ആര് മാത്രമേ ഉള്ളൂ, ഒരു mg എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അത് എത്രയാണ് ഇവിടുത്തെ കേസ് 100. അപ്പോൾ ആ 100 ന്യൂട്ടൺ എന്ന് വളരെ കുറച്ച് ഒരു 100.0000001 ന്യൂട്ടൺ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബോഡി ലിഫ്റ്റ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ജസ്റ്റ് അപ്പം ന്യൂമറിക്കൽ നമ്മൾ പറയുന്ന സമയത്ത് ജസ്റ്റ് 100 ന്യൂട്ടൺ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ആ 100 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി ലിഫ്റ്റ് ആവും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഫൈൻഡ് ദ മിനിമം ആക്സലറേഷൻ ഓഫ് ബന്ദർ ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. സോ ദി മാസ് ലിഫ്റ്റ് ഓഫ് ഓക്കെ, ഈ പറഞ്ഞ മാസ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ മിനിമം ആക്സലേഷൻ ഓഫ് ദി ബന്ദർ. ഒന്നാമത്തെ കാര്യം ആ ടെൻഷൻ കിട്ടണം അല്ലേ. അപ്പം മിനിമം ആക്സലേഷൻ ഇവിടെ എന്തോ ടെൻഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ട്, കയറിൻ്റെ ടെൻഷൻ. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇത് താഴോട്ടേക്ക് എത്ര ഉണ്ട്, നോർമൽ ഫോഴ്സ് നമ്മൾ മറക്കണം. കാരണം എന്താ, ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെന്താ 100 ന്യൂട്ടൺ. അപ്പോൾ ജസ്റ്റ് 100 ന്യൂട്ടൺ. അപ്പോൾ ഈ ടെൻഷൻ്റെ വാല്യൂ ജസ്റ്റ് 100 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ 100 ന്യൂട്ടൺ ഇവിടെ തന്നെ ഇങ്ങനെ പോയി ഇവിടെ 100 ന്യൂട്ടൺ തന്നെ ഉണ്ടാവും. സോ വി കുഡ് സേ ദാറ്റ് 100 മൈനസ് ബന്ദറിൻ്റെ വെയിറ്റ്, ദാറ്റ് ഈസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു ബന്ദറിൻ്റെ 6a, ദാറ്റ് ഈസ് ഈക്വൽ ടു 40/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 20/3 ആണ് ആക്സലറേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ബന്ദറിനെ ആക്ച്വലി കൊണ്ടുപോകുന്നത് ടെൻഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോഴ്സ് ആണോ? അതായിരിക്കും ഫൈൻ, ടെൻഷൻ തന്നെയല്ലേ കൊണ്ടുപോകേണ്ടതെന്ന്. അല്ല, പക്ഷേ ആക്ച്വലി ബന്ദറിനെ കൊണ്ടുപോകുന്ന മുകളിലോട്ടേക്ക് കൊണ്ടുപോകുന്ന ടെൻഷൻ ഫോഴ്സ് അല്ല, ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. കാരണം നിങ്ങൾ വിചാരിച്ചു ഈ കയറിൻ്റെ മുകളിൽ ഞാനൊരു എണ്ണ തേച്ച് അല്ലെങ്കിൽ ഈ കയറിൻ്റെ മുകളിൽ തീരെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ബന്ദറിൻ്റെ മുകളിലോട്ടേക്ക് പോകാൻ കഴിയില്ല, അയാളെപ്പാട് സ്ലിപ്പായി അങ്ങ് വീണ് പോകും. ബന്ദറിൻ്റെ മുകളിലോട്ടേക്ക് പോകണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. അപ്പോൾ ഈ ഫ്രിക്ഷൻ അല്ലല്ലോ ഇവിടെ ഉള്ള ഫ്രിക്ഷനൊക്കെ എവിടെ പോയി എന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. നിങ്ങൾ വിചാരിച്ചാൽ ഈ കയറുണ്ടല്ലോ, ചെറിയ സാറി കാണിച്ച കയറ്, ആ കയറിനെ മാത്രം ഒന്ന് എടുത്ത് വരക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബന്ദറിൻ്റെ മുകളിൽ എന്താ വരുന്നത്, ഫ്രിക്ഷനാണ് വരുന്നത്. ദാറ്റ് മീൻസ് ബന്ദറിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഫ്രിക്ഷൻ ഉണ്ട്. ബന്ദറിൻ്റെ മുകളിൽ ഈ പറഞ്ഞ കയറ് ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കയറിൻ്റെ മുകളിൽ ബന്ദറും ഇതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. ദിസ് ഇസ് ആക്ഷൻ റിയാക്ഷൻ പെയർസ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, താഴോട്ടേക്ക് ഒരു ഫോഴ്സ്, നമുക്കൊരു ഈ കയർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുകളിലോട്ടേക്ക് എന്തുണ്ടാവണം, ടെൻഷൻ ഉണ്ടാവണം. ഓക്കെ, ആ ടെൻഷൻ എന്തായിരിക്കണം, ഫോഴ്സ് ഈ പറഞ്ഞ ഫ്രിക്ഷൻ ഫോഴ്സ് ഈക്വൽ ആണ്. കാരണം ഈ കയർ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, കയർ ഈക്വലിബ്രിയത്തിലാണ്. അതുകൊണ്ട് ടെൻഷൻ്റെ വാല്യൂ ആക്ച്വലി ഫോഴ്സായിട്ട് ഇക്വേറ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ടെൻഷൻ്റെ വാല്യൂ തന്നെയാണ് ഈ പറഞ്ഞ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ട് ടെൻഷനാണ് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്രിക്ഷനാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്. പക്ഷേ ന്യൂമറിക്കലി ചെയ്യുന്ന സമയത്ത് ടെൻഷനാണ് ആക്ച്വലി പോകുന്നത് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ഫോഴ്സ് മിനിമം സോ ദാറ്റ് ദി 10 കിലോഗ്രാം ബ്ലോക്ക് ലിഫ്റ്റ് ഓഫ്. ആദ്യം ഇവിടെ നിന്ന് എന്തുണ്ട്, എഫ് കോസ് 37 ഉണ്ട്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു 4/5 ഉണ്ട്, എഫ് സൈൻ 37 ഉണ്ട്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു 3/5 ഉണ്ട്. സോ എന്താണ്, ആ എഫ് ഇൻറ്റു 3/5 ജസ്റ്റ് താഴോട്ടേക്കുള്ള mg ദാറ്റ് ഈസ് 100 ആവണം. ദാറ്റ് മീൻസ് F3 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു 500/3 എന്ന രീതി കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വി ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ഫോഴ്സ് ഗ്രാജുവലി ഫ്രം 0, ഫൈൻഡ് ദി ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക് വെൻ ദി ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ്. ഇപ്പോൾ ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ ഫോഴ്സും കൊടുക്കുന്ന പറയുന്നില്ല, നമ്മൾ മെല്ലെ മെല്ലെ വാല്യൂ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്, ഫോഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഈ ഫോഴ്സിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുകയാണ്. ശരി, ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈ ആക്സിസിൽ ആക്സലേഷൻ ഉണ്ടാവും ഇല്ല, ജസ്റ്റ് ലിഫ്റ്റ് ആവുന്നല്ലോ. അപ്പോൾ വൈ ആക്സിൽ ഒരു പ്രത്യേകിച്ച് ആക്സലേഷൻ ഒന്നുമില്ല. പിന്നെ എക്സ് ആക്സിൽ ഏത് ഫോഴ്സാണ്, സ്വാഭാവികമായിട്ടും എഫ് ഇൻറ്റു 4/3 എന്ന രീതിയിലാണ്. ഓക്കെ, കറക്റ്റാണ്. എഫ് ഇൻറ്റു 4/3 ഇപ്പോഴുള്ള ഫോഴ്സ് എത്രയാണ്, ആ ഫോഴ്സ് എഫിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 500/3. സോ 500/3 ഇൻറ്റു 4/3. കാരണം വൈ ആക്സിൽ ഒരു ഫോഴ്സ് ഉണ്ട്, വൈ ആക്സിൽ മാത്രമായിരിക്കും ആക്സലേഷൻ ഉണ്ടാവുക. ഇതാണ് വൈ ആക്സിലെ ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ദാറ്റ് ഈസ് 10. അപ്പോൾ നമുക്ക് വൈ ആക്സിലെ മാത്രം ആക്സലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഫൈൻഡ് ആക്സലറേഷൻ ആൻഡ് നോർമൽ ഇൻ ദി ഫോളോയിങ് കേസ് ആണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു 10 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, താഴോട്ടേക്ക് എന്തുണ്ട്, 10 കിലോഗ്രാം ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് 20 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത് ബോഡി ലിഫ്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ താഴോട്ടേക്ക് എന്തുണ്ട്, mg ഉണ്ട്, mg എത്ര 100 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ലിഫ്റ്റ് ആവില്ല, ബോഡി ലിഫ്റ്റ് ആവില്ല. അപ്പം ബോഡി ലിഫ്റ്റ് ആവുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്, ബോഡി താഴെയായിട്ട് കോൺടാക്റ്റ് ആവുന്നുണ്ട് എന്നല്ല, ബോഡി ലിഫ്റ്റ് ആവുന്നില്ലെങ്കിൽ താഴെയായിട്ട് കോൺടാക്റ്റ് ആവുന്നുണ്ട്. സോ താഴെയായിട്ട് കോൺടാക്റ്റ് ആവുന്ന നോർമൽ ഫോഴ്സ് ഉണ്ട്. നോർമൽ ഫോഴ്സ് എത്ര കാൽക്കുലേറ്റ് നമുക്ക് പറയാൻ പറ്റും, 20 പ്ലസ് നോർമൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ താഴോട്ടേക്കുള്ളത് 100 ബിക്കോസ് ഇക്വലിബ്രിയത്തിലാണ് കാണുന്നത്. സോ നോർമൽ ഈസ് ഈക്വൽ ടു 80 കിട്ടും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നോർമൽ ഈസ് ഈക്വൽ ടു 40 കിട്ടും. പിന്നെ ആക്സലേഷൻ ഉണ്ടോ ഇല്ല, ലിഫ്റ്റ് ആണെന്നില്ല, പിന്നെ ആക്സലേഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഇവിടെ 100 ന്യൂട്ടൺ. ഓക്കെ, കറക്റ്റ് 100 ന്യൂട്ടൺ. അപ്പം ലിഫ്റ്റ് ജസ്റ്റ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. സോ എന്താ നമുക്ക് പറയാൻ, ആക്സലേഷൻ എന്തായാലും 0 ആണ്.
പിന്നെ നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് ലിഫ്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നോർമൽ 0 ആണ്, കാരണം ലിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴോട്ട് കോൺടാക്റ്റ് ഇല്ല. ഇനി അടുത്തത് 140 ന്യൂട്ടൺ കൊടുത്ത് നേരിച്ചോ. സോ നേരത്തെ 100 ഇതെന്തായാലും ലിഫ്റ്റ് ആയി ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 140 മൈനസ് താഴോട്ടേക്കുള്ള 100 ദാറ്റ് ഈസ് 40 ഡിവൈഡ് ബൈ മാസ്, അതാണ് ആക്സലേഷൻ. സോ 4 ആക്സലേഷൻ എന്ന രീതി കിട്ടും. ഓക്കെ, നോർമലൈസേഷൻ 0 ബിക്കോസ് കോൺടാക്റ്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താ 140 എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരി, സോ ഇത് നമ്മൾ ആക്സലേഷൻ എത്ര നമ്മൾ നേരത്തെ കണ്ടെത്തിയുള്ളൂ 4 ആണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഫൈൻഡ് വെലോസിറ്റി അറ്റ് t is equal to 10 seconds. t is equal to 10 seconds. v is equal to u plus ഇനീഷ്യലായിട്ട് 0 പ്ലസ് ഹാഫ് ഇല്ല 80 ആക്സലേഷൻ ദാറ്റ് ഈസ് 4 ഇൻറ്റു 10 ദാറ്റ് ഈസ് 40. അപ്പോൾ ഫൈനൽ ആ വെലോസിറ്റി അറ്റ് 10 സെക്കൻഡ് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിന് y is equal to ut plus half എടുക്കുക. u ഒന്നുമില്ല, ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും ഇല്ലല്ലോ. ut plus half ഡിസ്കോർ അപ്ലൈ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് അതും കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് വെൻ ബ്ലോക്ക് ലിഫ്റ്റ് ഓഫ്. ഇവിടെ എഫ് ഇസിക്കൽ 10t എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലോക്ക് ലിഫ്റ്റ് ഓഫ് ആണ് നമുക്ക് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കുള്ള ഇത് വേണം. ദാറ്റ് മീൻസ് 10t സൈൻ 10t ഇൻറ്റു സൈൻ 37 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4 അല്ല 3/5. സോ 3/5 എന്ന് പറഞ്ഞാൽ 2 6. സോ 60 is equal to നമുക്ക് പറയാം ജസ്റ്റ് ആ 100 അല്ല, ആ 100 ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ടൈം എത്ര കിട്ടും, 100/6 എന്ന രീതി കിട്ടുന്നുണ്ട് ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50/3. സോ ടൈം 50/3 കിട്ടിയത്. ഇനി ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്ക് വെൻ ഇറ്റ്സ് ലിഫ്റ്റ് ഓഫ്. ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ആവുന്ന സമയത്ത് y ആക്സിസിൽ ആക്സലേഷൻ ഇല്ല, പക്ഷേ x ആക്സിൽ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ് 10t ഇൻറ്റു സൈൻ അല്ല കോസ് 37 ദാറ്റ് ഈസ് 4/5. സോ 4 to 8. സോ 8t ആണ് എന്ത് ഫോഴ്സ് ഉള്ളത് x ആക്സിസിൽ. അത് ഡിവൈഡ് ബൈ അതിൻ്റെ മാസ്. സോ ആക്സലറേഷൻ കിട്ടും. സോ 8/10 ഇൻറ്റു ടി. ഇനി ആ ടൈം എത്ര ആയിരുന്നു, അത് 50/3 ആണ്. സോ 8/10 ഇൻറ്റു ടി കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആക്സലേഷൻ ഇൻ ദി എക്സ് ആക്സിൽ കിട്ടും. അത് മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ബെറ്റർ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക് വെൻ ഇറ്റ്സ് ലിഫ്റ്റ് ഓഫ്. സോ ലിഫ്റ്റ് ഓഫ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റി നമുക്ക് ആക്സലേഷൻ കിട്ടിയിട്ടുണ്ട് ഒരു ടൈമിൻ്റെ റെസ്പെക്റ്റീവ്ലി അല്ലേ. ആ ലിഫ്റ്റ് ഓഫ് ആവുന്ന സമയത്തുള്ള ആക്സലേഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ dy/dt ആണ്, dv/dt ആണ് ആക്സലേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് dv, കാരണം ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ടൈമിനനുസരിച്ച് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, v is equal to u plus 80 അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ പ്രൊമോഷനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഉത്തരം കണ്ടെത്തണം. സോ dv is equal to a dt. സോ ആക്സലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 4t/5. അങ്ങനെ dv എത്ര 0 മുതൽ v വരെ എന്ന് പറയാൻ പറ്റും. പിന്നെ സമയം 0 മുതൽ t വരെ. ആ ടൈമിൻ്റെ വാല്യൂ 50/3 ആണ് കൊടുക്കുക. ഉത്തരം കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് വെൻ ദി 5 kg ബ്ലോക്ക് ലിഫ്റ്റ് ഓഫ്. സോ ഒന്നാമത് 20t ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, 20t ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു കാര്യം നമ്മൾ പുള്ളി എപ്പോഴും എന്താണ്, പുള്ളിക്ക് മാസമൊന്നുമില്ല, മാസില്ല, അതിൻ്റെ ഫോഴ്സ് ഇല്ല. സോ ഇവിടെയുള്ള ടെൻഷൻ സെയിം ആണ്. ദാറ്റ് മീൻസ് ഈ 20tയുടെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവും. സോ നമുക്കാണ് ഇവിടെ 10tയും ഇവിടെ 10t ആണ് ടെൻഷൻ. സോ 10t 5 kg ബ്ലോക്ക് എപ്പോഴാണ് ലിഫ്റ്റ് ആണെന്ന് ചോദിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും 10t ദാറ്റ് ഈസ് ഈക്വൽ ടു അടിയിലുള്ള 50. സോ ടൈം ഈസ് ഈക്വൽ ടു 5 seconds കൊണ്ട് 5 kg ബ്ലോക്ക് പൊങ്ങി വരും. ജസ്റ്റ് ഒന്ന് ലിഫ്റ്റോ. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത 10 kg എപ്പോഴാണ്, ദാറ്റ് മീൻസ് 10t ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ t ഈസ് ഈക്വൽ ടു 1 second കൊണ്ട് 100 ആണ്. സോ 10 seconds, സോറി, t ഈസ് ഈക്വൽ ടു 100 അല്ല 10 seconds കൊണ്ട് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ആവും. ഓക്കെ ഫൈൻ. ഇനി ഫൈൻഡ് ദി ആക്സലേഷൻ ഓഫ് 5 kg ബ്ലോക്ക് വെൻ ദി 10 kg ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ്. സോ 10 kg ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് ആവാൻ ഇപ്പം 10 സെക്കൻഡ് എടുക്കുന്ന കാര്യം മനസ്സിലായി. സോ 10 സെക്കൻഡ് കൊണ്ട് 5 kg ബ്ലോക്കിൻ്റെ ആക്സലേഷൻ കണ്ടെത്തുകയാണ്. സോ 10 സെക്കൻഡ്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ടെൻഷൻ എത്ര ഉണ്ടാവുക, 10 സെക്കൻഡ്സിലാകുമ്പോൾ 10 ഇൻറ്റു 10 ദാറ്റ് ഈസ് 100. സോ 100 മൈനസ് താഴോട്ടേക്ക് നമ്മുടെ 50 ഉണ്ട് ഏത് വെയിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ആക്സലേഷൻ അറിഞ്ഞൂടെ എത്രയാണ്. സോ 50/5 ദാറ്റ് ഈസ് ഈക്വൽ ടു a. സോ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് 10 കിട്ടും. ആക്സലേഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 10 എന്ന രീതി കിട്ടും. ഓക്കെ, ആ ഉത്തരവും ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ്, ഫൈൻഡ് ആക്സലേഷൻ ഓഫ് 5 kg ബ്ലോക്ക് വെൻ 20 kg ബ്ലോക്ക് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ്. 20 kg ബ്ലോക്ക് എവിടെ പോയി, നമ്മളെ 20 kg ബ്ലോക്ക്. ഇപ്പം ഇവിടെ നമുക്ക് ടെൻഷൻ നമുക്ക് 60t കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം എന്താണ് അറിയുന്നത് നമുക്ക് അറിയുന്ന കാര്യം, ഇവിടെ 3 ടെൻഷൻസ് ഉണ്ട്. ഒരു ടെൻഷൻ ഇതൊക്കെ കൂട്ടിയിട്ട് ഈ മാത്രമല്ല ഓരോ ടെൻഷനും ഈക്വൽ ആവണം. കാരണം എന്താണ്, നെറ്റ് ടോർക്ക് 0 ആണ്. പോരായിട്ട് എല്ലാം കൂട്ടിയിട്ട് ഈ 3t ആയിട്ട് ഇക്വേറ്റ് ആണ്. കാരണം എന്താണ്, പുള്ളിയുടെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവില്ല, ബിക്കോസ് പുള്ളി ഈസ് മാസ്ലെസ്, ഐഡിയലി പുള്ളിയാണ്. ഓക്കെ, സോ വി കുഡ് സേ ദാറ്റ് ഓരോന്നും ടി ആണെങ്കിൽ മാത്രമേ 3t ആയിട്ട് വരുള്ളൂ. അതുമാത്രമല്ല ഓരോന്നും ഈക്വൽ ആണ്. അപ്പോൾ ഓരോന്നും ടി എന്ന രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ഓരോന്നും നമുക്ക് പറയാൻ പറ്റും 20t വീതം, 20t ഓരോന്നും 20t വീതം. ഇവിടെ 20t. ഓക്കെ, അത് രണ്ടും ഡബിളായി. ഇപ്പോൾ 40t ഇവിടെ വരും അല്ല, കാരണം ഇപ്പം ഡബിൾ ആവും. സോ 40t ഈസ് ഈക്വൽ ടു 20.
ആൻഡ് ടി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1/2 സെക്കൻഡ്സ്. പക്ഷേ അത് ഇവിടെയാണ് ആക്ച്വലി 5 കിലോഗ്രാം ബ്ലോക്കിലാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ 20 ടി തന്നെ പറയാം. 20 ടി ഈസ് ഈക്വൽ ടു 500 റൈറ്റ്. അല്ല 20 കിലോഗ്രാം ബ്ലോക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ടൈം കണ്ടെത്തണം. അത് തന്നെയാണ് കറക്റ്റ് പറഞ്ഞ നോട് തെറ്റിപ്പോയി. 20 അല്ല 200 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 40 ടി. ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്സ് ആണ്. സോ 5 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ ടെൻഷൻ എത്ര, ഇവിടെ മുകളിൽ എത്ര 20 ടി ആണ്. സോ എത്രയാണ് ഫോഴ്സ്, ടെൻഷൻ എത്ര 5 ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് 100. സോ 100 മൈനസ് താഴോട്ടേക്ക് വെയിറ്റ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 5A. നമ്മുടെ നോർമൽ F2 മൈനസ് F1 അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഫോഴ്സ് മൈനസ് നിർത്തി വെക്കുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു MA. ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഇൻഫോർമേഷൻ തന്നെ വെച്ചാൽ എഫ് നെറ്റിന് പല അർത്ഥങ്ങളുണ്ട്. എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും മാസ്, ടോട്ടൽ മാസ് ഇൻറ്റു ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് പറയാൻ പറ്റും. ഇതൊരു ഇൻഫോർമേഷൻ. പിന്നെ എന്താണ് എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ മാസ് അതിൻ്റെ ആക്സലേഷനായിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഉണ്ട്, നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇവിടുന്ന് ആക്സലേഷൻ്റെ വാല്യൂ 10 കിട്ടും, അത്രേ ഉള്ളൂ. ഇത് നോർമലി ഡേയുടെ വാല്യൂ കിട്ടുക, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രേക്കിംഗ് ടെൻഷൻ 300 പോലും. ഫൈൻ മാക്സിമം ആക്സലേഷൻ ഓഫ് ബന്ധർ സോ ദാറ്റ് സ്ട്രിംഗ് ഡസ് നോട്ട് ബ്രേക്ക്. സോ ബ്രേക്ക് ചെയ്യുന്ന ടെൻഷൻ അത് 300. സോ 300 ഞാൻ പറയും 300 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10A ആൻഡ് ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 20 കിട്ടും. സോ ആ പർട്ടിക്കുലർ 20 എന്ന് പറഞ്ഞ ആക്സലേഷൻ പോകുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടും അല്ലേ, 300 പൊട്ടും. ഇനി അടുത്തെന്താണ് ഒരു ആക്സലേഷൻ ഓഫ് റോഡും മാസമാണ് അടുത്താൻ പറയുന്നത്. ഒരു 100,000 ന്യൂട്ടൺ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഞാനൊരു സിസ്റ്റമായിട്ട് എടുത്തൂടെ, സിസ്റ്റമായിട്ട് എടുക്കാം. അതിനെന്തായപ്പോൾ അപ്പം സിസ്റ്റത്തിൻ്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സാണ്, മുകളിൽ ഒരു 1000 ന്യൂട്ടൺ ഉണ്ട്, മൈനസ് താഴോട്ടേക്ക് എന്തുണ്ട്, ഈ 10 കിലോഗ്രാം 20 കിലോഗ്രാം 30 കിലോഗ്രാം ദാറ്റ് ഈസ് 300 ഈസ് ഈക്വൽ ടു മാസിൻ്റെ ആക്സലേഷൻ ദാറ്റ് ഈസ് 30A. സോ 700 ഡിവൈഡ് ബൈ 30A ദാറ്റ് ഈസ് ഈക്വൽ ടു 70/3 ആക്സലറേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ TB ആണ്. സോ TA, സോ എന്ത് ആ പോയിന്റ് പ്രത്യേകിച്ച് ഒന്ന് വരച്ച് നോക്കാം. എന്താണ് എന്ത് ഫോഴ്സ് ഒന്നും മുകളിൽ ടെൻഷൻ ഉണ്ട്, ഫൈൻ. താഴോട്ടൊക്കെ എന്താണുള്ളത്, എല്ലാവരും ഒരേ ആക്സലേഷൻ അല്ല, ഈ സിസ്റ്റത്തിൽ എല്ലാവരും ഒരേ ആക്സലേഷനാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ താഴോട്ടേക്ക് എന്താണുള്ളത്, അയാളുടെ ബാക്കിയുള്ള മാസ് എന്ന് പറഞ്ഞാൽ ഇത് 10 ആണെങ്കിൽ ബാക്കി 5 ഉണ്ട്, 5 കിലോഗ്രാം ഉണ്ട്. പിന്നെ 5 + 2 25. സോ T മൈനസ് 250. ഓക്കെ, മാസല്ലല്ലോ, നമുക്ക് ഫോഴ്സ് ആണുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു mass that is 25 into acceleration it's given 70/3. so 70/3 അതിൻ്റെ തൊട്ട് കൊടുക്കാം, ഉത്തരം കണ്ടെത്താം, TA വാല്യൂ കണ്ടെത്താം. അതേപോലെ TB വാല്യൂ ആണെങ്കിലോ, TB വാല്യൂ ആ പർട്ടിക്കുലർ പോയിന്റ് അല്ലേ, ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, ഒന്ന് ടെൻഷൻ ഉണ്ട്, പിന്നെ താഴോട്ടേക്ക് എന്തുണ്ട്, ജസ്റ്റ് 20 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. സോ T മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 20A. ആ ആക്സലേഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 70/3. അത് ഇട്ട് കൊടുക്കുക, ഈ TBയും കൂടി കിട്ടും, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, ഇനി ഒരു ഐഡിയൽ സ്പ്രിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റാണ്. സ്പ്രിങ്ങിൻ്റെ പിച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഈ പറഞ്ഞ റൗണ്ടും ഈ റൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച്. പിന്നെ സ്പ്രിങ് എന്താണ്, മാസ്ലെസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യും. പിന്നെ നാച്ചുറൽ ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത്, റിലാക്സ്ഡ് ലെങ്ത്. സ്പ്രിങ്ങിനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ഇങ്ങനെ പിടിച്ച് വലിച്ച് എക്സ് ഡിസ്റ്റൻസിൽ വലിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ഉണ്ടാവുക, ബാക്കോട്ടേക്കുള്ള ഫോഴ്സ് ഉണ്ടാവും. അതാണ് റെസ്റ്റോറിങ് ഫോഴ്സ് അല്ലേ, റെസ്റ്റോറിങ് ഫോഴ്സ്. അപ്പം ആ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് പറയാൻ പറ്റും സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ദാറ്റ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എത്രത്തോളം ഞാൻ വലിച്ചു. സോ F ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടത്തേക്കാണോ വലിച്ച അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ 2-3 കേസസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്.